എത്തിയപ്പോഴേ ഇവിടെ ആകെ പ്രശ്നങ്ങളാ. ഇനി 4-5 ദിവസം അഖില ആന്റിയും അങ്കിളും ഇല്ല. വിലാസിനിയുടെ വിളയാട്ടമായിരിക്കും നടക്കാൻ പോകുന്നത്. വന്നപ്പോഴേ ഒന്ന് ചൊറിഞ്ഞു തുടങ്ങിയതാ. അവളെ ഒതുക്കണം. ഏതായാലും നീ ഇപ്പോ അടുപ്പത്തിനും അകൽച്ചയ്ക്കും വഴങ്ങാതെ ഒരു ദൂരത്ത് വേണം നിൽക്കാൻ. നീ അപ്പപ്പോ കാര്യങ്ങൾ അമ്മയെ വിളിച്ചു പറയും. കരുക്കൾ നീക്കുന്ന വിധം അമ്മ പറഞ്ഞു തരാം. അമ്മേ, പടച്ചട്ടയോ പടയാളികളോ ഇല്ലാതെ ശത്രുപാളയത്തിൽ അകപ്പെട്ട അവസ്ഥയാണ് എന്റേതെന്ന് ഓർക്കണം. നീ ആ ചുവരുകൾക്കുള്ളിൽ സുരക്ഷിതയാണെന്ന് ഈ അമ്മയ്ക്ക് ഉറപ്പാ. വരട്ടെ, നമുക്ക് നോക്കാം. അഖിലാണ്ടേശ്വരി ആന്റിയെ പോലെ തന്നെയുണ്ട്. ആ ഒരു ഇരിപ്പും പ്രൗഢിയും സൂപ്പറായിട്ടുണ്ട്. പക്ഷേ ഇത് താൽക്കാലിക പോസ്റ്റ് ആണല്ലോ എന്ന് ഓർക്കുമ്പോഴാ ഒരു സങ്കടം. ആ, താൽക്കാലികയ്ക്ക് താൽക്കാലികം ഉള്ളതാവട്ടെ. ഇല്ല ആന്റി, എഴുന്നേക്കടി. എഴുന്നേക്കാൻ. നീ നിന്നാ മതി. ഈ തൃച്ചംബരത്ത് വിലാസിനിക്ക് മുന്നിൽ അങ്ങനെ ആരും ഇരിക്കണ്ട. ആ കല്യാണി എവിടെ? അടുക്കളയിൽ കാണും. വിളിക്കണോ? വേണ്ട, കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ കൊടുക്കണം. നീ വാ. കല്യാണി, കല്യാണി, എന്താടി വിളിച്ചാ വരാനിത്ര താമസം? നിന്റെ ചെവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല മാഡം. എന്നാ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വ്യക്തമായി മനസ്സിലാക്കിയാൽ നിനക്ക് നല്ലത്. കുറച്ചു ദിവസത്തേക്ക് ഈ തൃച്ചംബരം തറവാട്ടിൽ ഒരു ഭരണമാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ ഞാനായിരിക്കും ഇവിടുത്തെ ഗൃഹനാഥ. ആജ്ഞാപിക്കാനും അനുസരിപ്പിക്കാനുമുള്ള അഖിലാണ്ടേശ്വരിക്കുണ്ടായിരുന്ന അവകാശം എനിക്കായിരിക്കും. അതുകൊണ്ട് ഇവിടെയുള്ള നിന്റെ ചില ചുറ്റിക്കളികളുണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോണം. നിന്റെ സകല തരികിടെ അറിയാവുന്നവളാ വിലാസിനി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? എന്താടി, നിന്റെ വായിൽ നാക്കില്ലേ? ഉണ്ട് മാഡം. എന്നാലത് വാ തുറന്നു പറ. മനസ്സിലാവുന്നുണ്ട്. എന്നാലേ ഇതുവരെ നീ ചെയ്ത പാപത്തിന് പരിഹാരമായി 101 ഏത്തുവിടണം. ഇവിടെ എന്റെ മുന്നിൽ. എന്താടി പറഞ്ഞതനുസരിച്ചൂടെ? ഏത്തോടടി. ആഹാ, ഇതാണോടി നിന്റെ അനുസരണ? നിന്നെ ഞാൻ
എന്താ ഇവിടെ? അത് അല്ല ആനന്ദേ, ഇവള് ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. അമ്മയോ അച്ഛനും ഇവിടെ ഇല്ലെന്ന് വെച്ച് ഇളയമ വലിയ അധികാരമൊന്നും കാണിക്കാൻ നിൽക്കണ്ട. അഖിലേച്ചി ഇല്ലാത്തപ്പോ അഖിലേച്ചിയുടെ അധികാരമൊക്കെ ഞാൻ ചിലപ്പോ കാണിച്ചെന്നിരിക്കും. അതില് നീ ഇടപെടണ്ട. ഇടപെടും, പ്രത്യേകിച്ച് കല്യാണിയുടെ കാര്യത്തിൽ. ആവശ്യമില്ലാത്ത കാര്യത്തിന് കല്യാണിയുടെ ദേഹത്തെങ്ങാനും കൈവച്ച ഇളയമയാണെന്ന് ഞാൻ നോക്കില്ല, പറഞ്ഞേക്കാം. കല്യാണി, നീ കിച്ചണിലേക്ക് വെക്കോ. നിന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിന്റെ വൃത്തിയാക്കല് കണ്ട നമ്മളിവിടെ സ്ഥിരതാമസത്തിന് വന്ന പോലെ ഉണ്ടല്ലോ. സ്ഥിരമാണെങ്കിലും താൽക്കാലികമാണെങ്കിലും കിടക്കുന്നിടം വൃത്തിയായിരിക്കണ്ടേ അച്ഛാ. ഈ വീട് ആരും താമസിക്കാതെ പൊടി പിടിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചുനാളായില്ലേ? അത് നേരാ. നമ്മുടെ ഔട്ട് ഹൗസ് നിന്റെ കല്യാണം പ്രമാണിച്ചെങ്കിലും അറ്റകുറ്റപ്പണി നടത്താൻ മാഡത്തിന് തോന്നിയത് വളരെ നന്നായി. ആ അടുക്കള ഭാഗമൊക്കെ തകർന്ന് വീഴാറായിരുന്നു. തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് മാറാൻ പറഞ്ഞപ്പോ സത്യം പറഞ്ഞ എനിക്ക് ആകെ വിഷമമായി അച്ഛാ. ഞാൻ വന്ന കാലം മുതൽ അവിടെയായിരുന്നല്ലോ. പെൺകുട്ടികൾ ജനിച്ച വീട്ടില് യൗവനം വരെ ഉണ്ടാവും. പിന്നെ കെട്ടിയവന്റെ വീട് അവളുടെ വീട്. നിന്റെ കല്യാണം കഴിഞ്ഞ നീരജിന്റെ വീടാ നിന്റെ വീട്. ആ മോളെ, അനിയൻകുട്ടിനോട് സ്കൂൾ വിട്ടാൽ നേരെ ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ? അതെ അച്ഛാ. ആ മോളോട് വൃത്തിയാക്കുമ്പോഴേക്കും അച്ഛനൊന്ന് പുറത്തു പോയിട്ട് വരാം. അമ്മയ്ക്ക് ഈ വീടൊക്കെ ഇഷ്ടായോ? മടുത്തു ശ്രീനിയേട്ടാ. എല്ലാം അവസാനിപ്പിച്ച് മടങ്ങി വരുന്ന കാര്യം പറയാനാ ഞാൻ പ്രിയങ്കയെ കാണണമെന്ന് പറഞ്ഞത്. ഇനി അവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. മാത്രമല്ല ഓരോ നിമിഷവും ആപത്താ. അതിന്റെ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങി. അതാ താലിക്ക് പൊന്നൊരുക്കുന്ന സമയത്ത് ഞാൻ വെച്ച പാൽപായസം തട്ടി മറിഞ്ഞു പോയത്. മാത്രമല്ല ഞാൻ ആരാണെന്ന് കണ്ടെത്താൻ ആനന്ദ് ഇതിനകം ആളിനെയും ഏർപ്പെടുത്തി കഴിഞ്ഞു. അത് ശ്രീനിയേട്ടൻ അറിഞ്ഞു കാണുമല്ലോ. അത് മാത്രമല്ല, ഞാൻ ആരാണെന്നും എന്തിനാണ് തൃച്ചംബരത്ത് എത്തിയെന്നതിനുമുള്ള എന്തൊക്കെയോ തെളിവുകൾ ആ കല്യാണിക്ക് ലഭിച്ചിട്ടുണ്ട്. ചിലത് കൂടി കിട്ടിയാ എന്നെ അകത്താക്കുമെന്ന് അവള് വെല്ലുവിളിച്ചിരിക്കുന്നത്. ഗംഗേ, യുദ്ധം ജയിക്കാനുള്ളതാണ്, ഭയക്കാനുള്ളതല്ല. ആരുടെ വെല്ലുവിളിയും ഏറ്റെടുത്ത് ദൗത്യം പൂർത്തിയാക്കി മടങ്ങുന്നവരാണ് ക്ഷത്രിയർ. നിന്റെ ഞരമ്പുകളിൽ ഓടുന്നത് ക്ഷത്രിയ രക്തമാണെന്നുള്ള കാര്യം നീ മറക്കരുത്. നമ്മളെ തളർത്തുന്ന ദിവസങ്ങളായിരിക്കണം കൂടുതൽ വളർത്തേണ്ടത്. ശ്രീനേട്ടൻ പറയുന്നതൊക്കെ ശരി തന്നെയാ. പദ്ധതികളൊക്കെ പൊളിയുമ്പോ ഉള്ളിലൊരു പേടി. ഈ പേടിയാണ് എന്നും എപ്പോഴും എല്ലാത്തിനെയും പരാജയപ്പെടുത്തുന്നത്. അത് മറന്നിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. ഞാനും പ്രിയങ്കയും ഒപ്പം ഉണ്ടാകും. നമുക്ക് ലക്ഷ്യമാണ് പ്രധാനം. അതിനാരെയും കൂട്ടുപിടിക്കാം. വിലാസിനി ആന്റിയുടെ വരെ തർക്കിച്ചിട്ടാ എന്റെ വരവ്. ഇനി തിരിച്ചു ചെല്ലുമ്പോ ഒരംഗ ഉറപ്പാ. ഏയ്, അതൊരിക്കലും പാടില്ല. ബുദ്ധിമോശാകും. വിലാസിനെ എപ്പോഴും നമ്മൾ കൂടെ നിർത്തണം. ഒറ്റയ്ക്ക് എല്ലാ വിജയങ്ങളും സ്വന്തമാക്കാന്ന് കരുതരുത്. അപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയുള്ളൂ. അതുകൊണ്ട് വിലാസിനിയെ ഒരു കാരണവശാലും പിണക്കരുത്. അറിയാലോ, വിലാസിനി അറിയാതെ ഒരു ഇല പോലും വീഴില്ല തൃച്ചംബരത്ത്.
ഏതായാലും ഗംഗ ഇപ്പൊ സമാധാനമായിട്ടിരിക്കും. പ്രിയങ്കയുമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം. ഏതായാലും തൃച്ചംബരത്തിന്റെ തൂണുകൾ ഓരോന്നോരോന്നായി ഇളകി തുടങ്ങാനുള്ള സമയമായി. ഒന്നോർത്തോ, ഏത് യുദ്ധത്തിന്റെയും പിന്നിൽ ഒരു ചതിയുടെയോ വഞ്ചനയുടെയോ കഥയുണ്ടാവും. അരവിന്ദ, ഞാനൊന്ന് സംസാരിക്കട്ടെ, ഒരു മിനിറ്റ്. ഹലോ അരവിന്ദ്. ആ പറയൂ. കല്യാണി, വല്യുഞ്ഞോ? എന്താ വല്യുഞ്ഞേ? ഇളയമ്മ പിന്നീട് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ? ഏയ് ഇല്ല. എന്തൊരു ഗൗരവമായിരുന്നു വല്യുഞ്ഞിന്. ഞാനും ശരിക്കും പേടിച്ചു കേട്ടോ. മാഡം വിളിച്ചോ വല്യുഞ്ഞെ? ആ, ഇപ്പോഴും വിളിച്ചു വെച്ചതേ ഉള്ളൂ. ഫ്ലൈറ്റിലായതുകൊണ്ട് പെട്ടെന്ന് എത്തുമായിരിക്കും അല്ലേ? ആ, അവിടുന്ന് പിന്നെയുണ്ട് 1 മണിക്കൂർ കാർ യാത്ര. എന്താ, കല്യാണിക്ക് പോകാൻ പ്ലാൻ ഉണ്ടോ? ഓ, അമ്പലപ്രാവാണല്ലോ. ഈ ഹരിദ്വാർ എന്നൊക്കെ കേട്ടപ്പോ ഒരു കുഞ്ഞ് ആഗ്രഹം തോന്നിക്കാണും അല്ലേ? ഏയ്, മുഖം പാടണ്ട. നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു 10-40 വർഷം ജീവിച്ച ശേഷം മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് നമുക്ക് ഹരിദ്വാറിലേക്ക് ഒരു തീർത്ഥയാത്ര പോയേക്കാം. എന്താ? ആ, എന്താ ഇത്? ഒന്ന് ചിരിക്കണ്ടേ കെട്ടിയോളെ? ദേ, ഈ കണ്ണ് കലങ്ങാൻ പാടില്ല. ഈ കാന്തം കടിപ്പിച്ച കണ്ണുകളും ചെമ്പരത്തി പൂ പോലെയുള്ള ചിരിയുവ നിന്നെ എന്റെ സ്വപ്നമാക്കി തീർത്തത്. വല്യുഞ്ഞെ, അഖിലാമ്മയുടെ ശിവരാമൻ സാറും പോയിരിക്കുന്ന ക്ഷേത്രത്തിലെ ദേവന് ശക്തിയും ചൈതന്യവും കൂടുതലാണെന്നാ പറയണേ. അവിടെ അവര് പൂജ നടത്തുന്നത് വല്യുഞ്ഞും ഗംഗയും തമ്മിലുള്ള കല്യാണം മംഗളമായിട്ട് നടക്കാനാ. അതറിയോ വല്യുഞ്ഞിന്? ആ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച പിന്നെ എനിക്ക് ഏയ്, എന്താ കല്യാണി ഇത്? കണ്ണീര് തുടയ്ക്ക. നോക്ക്, കൈലാസത്തിലിരിക്കുന്ന സാക്ഷാൽ പരമേശ്വരന് പോലും നമ്മുടെ ഇഷ്ടം അറിയാം. അച്ഛനെയും അമ്മയും ഭഗവാൻ തന്നെ ഇഷ്ടം ബോധ്യപ്പെടുത്തി കൊടുക്കും. അല്ലേലും കല്യാണിയുടെ ഇഷ്ടങ്ങൾക്ക് എന്ന് കണ്ണീരിന്റെ നനവാ വല്യുഞ്ഞെ. കിട്ടില്ലെന്നുറപ്പുള്ള ഇഷ്ടങ്ങൾക്ക് ആഴം കൂടുതലായിരിക്കും. സങ്കടത്തിനും അതെ. എന്താ കല്യാണി ഇത്? കണ്ണു തുടയ്ക്ക. ഈ സങ്കടം മാറാൻ ഞാനൊരു കാര്യം കാണിക്കാം. നോക്ക്, ഇതാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ കഴുത്തിൽ കെട്ടേണ്ട പുതിയ താലി. ഇത് ഞാൻ അണിയിക്കാൻ പോകുന്നത് നിന്റെ കഴുത്തിലാ. എന്റെ ഇഷ്ടങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. വല്യുഞ്ഞെ, അച്ഛൻ വരുന്നു. ഞാൻ പോവാ. ആ, വലിയ കുഞ്ഞോ, ഒന്ന് പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതാ. അപ്പഴാ രാവിലെ കഴിക്കുന്ന ടാബ്ലറ്റ് കഴിച്ചില്ലല്ലോ എന്ന് ഓർത്തത്. അതാ തിരികെ വന്നേ. ഇപ്പൊ എല്ലാം മറവിയാ, ഒന്നും വിചാരിച്ചടുത്ത് നിൽക്കുന്നില്ല. എന്താ കുഞ്ഞിന്റെ കയ്യില്? ഇതൊരു ഗോൾഡ് കോയിനാ ദാസേട്ടാ. എന്റെ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനാ. കല്യാണി ഗോൾഡ് കോയിൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട്. ഓ, ഞാൻ കരുതി ഇന്നലെ പണിയിച്ച താലിയായിരിക്കും. കുഞ്ഞെ, താലി മഞ്ഞച്ചരലിൽ കൊരുത്ത് പെണ്ണിന്റെ കഴുത്ത് കെട്ടുമ്പോ അച്ഛനമ്മമാരുടെ മനസ്സ് നിറഞ്ഞ അനുഗ്രഹം ഉണ്ടാവണം. അതില്ലാതെ വരുമ്പോഴാ ബന്ധങ്ങൾ ആടി ഉലഞ്ഞു പോകുന്നത്. ആ, ഗുളിക കഴിക്കട്ടെ കുഞ്ഞെ, ഇപ്പൊ തന്നെ വൈകി.
കല്യാണി. അച്ഛാ ആ, നീ അച്ഛന്റെ ഗുളികയും എടുത്ത് രാവിലെ കഴിക്കാൻ മറന്നു. കൊള്ളാം, ഇന്നും മറന്നോ? ദേ, ദാ, ഇനി നാളെ മുതൽ ഞാൻ ഓർത്ത് വെച്ച് അച്ഛനെടുത്ത് തന്നോളാം. എത്ര നാള് തരാൻ പറ്റും? ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ കല്യാണത്തിന്. മോളെ, നിന്റെ മനസ്സ് അച്ഛനറിയാം. പക്ഷെ നിന്റെ ഭാവി, നിന്റെ ജീവിതം, അതാണ് അച്ഛന് പ്രധാനം. എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിവാക്കാൻ അച്ഛന് ധൃതി കൂടുതലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇഷ്ടമാണെന്നൊരു വാക്കുപോലും ചോദിക്കാതെ അച്ഛൻ ഈ കല്യാണം ഉറപ്പിക്കില്ലായിരുന്നു. മോളെ, ഇഷ്ടമല്ലെന്ന് പറഞ്ഞ പലതും ഇഷ്ടങ്ങളായും ഇഷ്ടങ്ങൾ പലതും പിന്നീട് ഇഷ്ടക്കേടുകളായും മാറുന്നതാണ് ജീവിതം. ഇഷ്ടക്കേടോടെ ജീവിതം തുടങ്ങിയ മരണം വരെ അത് തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് എളുപ്പത്തിൽ നമ്മളെ കൊല്ലാൻ പറ്റും. അതവരുടെ വിജയമല്ലെന്നും മരിച്ച ആ മരണത്തിന് വഴങ്ങിക്കൊടുക്കുന്നത് അവരോട് നമുക്കുള്ള അളവില്ലാത്ത സ്നേഹം കൊണ്ടാണെന്നും അവർ മനസ്സിലാക്കില്ല. അങ്ങനെ ഒരു മരണത്തിലേക്കാ എന്റെ യാത്ര. മോളെ, നീ പറയുന്നത് നിന്റെ അച്ഛന് മനസ്സിലാവാഞ്ഞിട്ടല്ല. കല്യാണ പയ്യനെ ഇഷ്ടമാണെന്ന് ചോദിക്കാൻ അച്ഛൻ മറന്നതുമല്ല. നിന്റെ ഉത്തരം എന്തായിരിക്കും അച്ഛൻ അറിയായിരുന്നു. പേരിനെങ്കിലും ആകായിരുന്നല്ലോ അച്ഛ. എന്റെ അച്ഛൻ എന്നെ മനസ്സിലാക്കിയിരുന്നുവെന്ന് എന്റെ പൊട്ട മനസ്സിനെ വിശ്വസിപ്പിക്കാനെങ്കിലും. മോളെ, തീരുമാനം അഖില മേഡത്തിൻ്റെതാ. മാഡം എന്റെ മോളുടെ നല്ലതിനെ ചിന്തിക്കൂ, അത് അച്ഛൻ ഉറപ്പാ. നീരജ് നല്ല പയ്യനാ. അവൻ എന്റെ മോളെ പൊന്നുപോലെ നോക്കൂന്ന് അച്ഛനറിയാം. ദേ നോക്ക്, പുതുതായി നട്ട ചെടിക്ക് 2 ദിവസത്തെ വാട്ടം ഉണ്ടാവും. പിന്നീട് പുതിയ മണ്ണിനെ സ്നേഹിച്ചു തുടങ്ങും. അത്രേ ഉള്ളൂ. അതാണ് ജീവിതം. ചിലതൊക്കെ പുതിയ മണ്ണിൽ വേരുറക്കാതെ പട്ടുപോകും. അതുകൂടി എല്ലാവരും ഓർക്കുന്നത് നല്ലതായിരിക്കും. ഹലോ മിസ്റ്റർ അരവിന്ദ് കൃഷ്ണൻ. ഓ, ടൂറ് കഴിഞ്ഞ് വന്ന് ലാൻഡ് ചെയ്തോ? വരുന്ന കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാനേ ഒരുപാട് പ്രാവശ്യം ആ ഫോണിൽ ട്രൈ ചെയ്തു. അപ്പോഴൊക്കെ അരവിന്ദ് അത് ബിസി ആക്കുന്നുണ്ടായിരുന്നു. എയർപോർട്ടിൽ വന്നിട്ടും പലതവണ ട്രൈ ചെയ്തു, അപ്പോഴും എടുത്തില്ല. ആ, ഞാൻ നല്ല തിരക്കിലായിരുന്നിരിക്കും. അല്ല, നിനക്ക് മെസ്സേജ് കയറുന്നില്ലേ? ഓ, ഒരു മെസ്സേജിൽ ഊട്ടി ഉറപ്പിക്കുന്നതല്ല ഭാര്യാഭർത്തൃ ബന്ധം. നീ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കുമായിരുന്നു. മനഃപൂർവ്വം, അതല്ലേ സത്യം? അതെ, അത് മനസ്സിലായല്ലോ. അത് മതി. ഭാര്യ ഭർത്തു ബന്ധത്തിന്റെ മഹത്വമൊന്നും നീ പറയണ്ട. മനസ്സിലായോ? ബിസിനസ് ടൂർ എന്നും പറഞ്ഞ നാട് മുഴുവൻ ഒറ്റയ്ക്ക് അഴിഞ്ഞാടി നടക്കുന്ന നിന്റെ പിന്നാലെ നടക്കാനേ എന്നെ കിട്ടില്ല. അതിന് നീ വേറെ ആളെ നോക്കേ. വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. എന്റെ യാത്രകൾ അഴിഞ്ഞാട്ടമാണെന്ന് നിനക്ക് തോന്നും. കാര്യം നീ ഒരു കാലത്ത് അങ്ങനെയായിരുന്നല്ലോ. ആ കഥകളൊന്നും എന്നെ കൊണ്ട് പറയിക്കരുത്. അയ്യോ, അതെ, അത് വെറൊരു ചെറുകഥയല്ല. ഒറ്റവാക്കി പറയാൻ നോവലാ, നോവല്. നിനക്കറിയാത്ത ഒരുപാട് അധ്യായങ്ങളും അതിലുണ്ട്. അതുകൊണ്ട് അതൊക്കെ വിളിച്ചു പറഞ്ഞാലേ ഈ കേൾക്കുന്നവർക്ക് നന്നായിട്ട് അങ്ങോട്ട് സുഖിക്കും. ഒന്ന് പേടി അവിടുന്ന്. സംസാരിക്കുമ്പോഴേ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടത് നീയാ.
വഴക്കാണല്ലോ. നന്ദന വാക്കുകൾ അർത്ഥം അറിഞ്ഞും സന്ദർഭം അറിഞ്ഞും തന്നെയാ പ്രയോഗിക്കുന്നത്. ഓഹോ എനിക്ക് ആവശ്യം എന്നെ ഭരിക്കുന്ന ഒരു യജമാനല്ല, എന്നെ മനസ്സിലാക്കുന്ന ഒരു പുരുഷനെയാ. ഹ്, അതാവാൻ താലി കെട്ടിയ പെണ്ണ് അഴിഞ്ഞാട്ടക്കാരിയാണെന്ന് വിളിച്ചു പറഞ്ഞു നടക്കുന്ന നിനക്ക് ഈ ജന്മം അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. പറ്റില്ലടി. നീ ആഗ്രഹിക്കുന്ന പോലെ ഒരു പൂക്കോന്തം ഭർത്താവാനേ ഈ ജന്മത്തിലല്ല ഒരു ജന്മത്തിലും എനിക്ക് പറ്റില്ല. എനിക്കതിന് താല്പര്യമില്ലടി. എനിക്കും ഇങ്ങനെ ഒരു ജീവിതത്തിൽ തീരെ താല്പര്യമില്ല. മടുത്തു. നരകം. ഇതിനകത്ത് വന്ന് കയറാൻ തന്നെ എനിക്ക് അറപ്പാ. അതേടി, നിനക്ക് അറയ്ക്കും. ഇങ്ങനെ രാവും പകലും ഇല്ലാതെ കറങ്ങി നടക്കുന്നത് നിനക്ക് പറഞ്ഞിട്ടുള്ളതേ ഹോട്ടലുകളാ. അതാവുമ്പോ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. നിനക്ക് എങ്ങനെ ഇത്ര നിലവാരമില്ലാതെ സംസാരിക്കാൻ കഴിയുന്നു? അതെങ്ങനെ മനസ്സിലുള്ളതാണല്ലോ നാവിൻ തുമ്പിലേക്ക് വരുന്നത്. അരവിന്ദേ, നിന്റെ ഈ വാക്കുകൾക്കുള്ള മറുപടി ഞാൻ പറഞ്ഞ പിന്നെ നീയും ഞാനും തമ്മിൽ എന്ത് വ്യത്യാസം ഉള്ളത്? ഒരു കാര്യത്തിലേ എനിക്കിപ്പോ വിഷമമുള്ളൂ. നീ ഈ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ വയറ്റിൽ തന്നെ പിറന്നല്ലോ.